ഇത് ചെയ്ത് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഈ ടെറസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കേൾക്കും സൗണ്ടിൽ അത്ര ഇൻവോൾവ് ആയിട്ട് മറ്റേ അത്രയാന്ന് കളിക്കണോ മനസ്സിൽ ഞാനാണോ എന്ന് പറയുന്ന ആൽബത്തില് അത് രസമുള്ളൊരു സാധനമായിരുന്നു. മധുരമെന്താണോ മനസ്സിൽ ഞാനാണോ ട്രാക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ഒക്കെ അടിച്ച് ഞാൻ കടന്നുറങ്ങിയിട്ട് സ്വപ്നത്തിൽ തീർത്തു സന്തോഷമായിട്ട് എനിക്ക് സ്വപ്നം ചെറിയ മെമ്മറി എന്നൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. ആ 3 മങ്കികളിൽ ഒരു മങ്കി നിങ്ങളായിരുന്നു. അതെ അതെ, ഒരു മങ്കി, അതായത് അഭിനയിച്ച മങ്കികളിൽ ജീവിതം നോമ്പലും ഒരേ നിറം തരും മഴവില്ലോ ഇതോ ഇതിൽ ഞാനായിട്ട് റിലേഷൻഷിപ്പ് തന്നെ വേറൊരാളുടെ ആയിട്ടുള്ള അങ്ങനെ പോയതാണ്. അതിനുശേഷം പുള്ളിക്കാരിനെ ഞാൻ കുറെ മാനസികമായി ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റിക്കലി എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അറിയുള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് റിയൽ ഹ്യൂമണിൻ്റെ അടുത്ത് സ്നേഹം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ബൈ ടച്ച് ആണോ വാക്കാലാണോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് അറിയില്ല. മഴവില്ലിലെ വെള്ളയെ നൊമ്പരപ്പമ്പര ചുറ്റലിൽ കണ്ടു. ഓ അടിപൊളി. ഇടിമിന്നല് വെട്ടിയ വെട്ടത്തെ നെഞ്ചത്തെ കീറലി കണ്ടോ. അല്ലെങ്കിൽ സ്പെസിഫിക്സിൽ വേർഡ്സിൽ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതാണ് മൊത്തത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. പുള്ളി അടിപൊളി എടുത്തോട്ടോ. മൂരിയെ പിടിക്കണം. ആ പൊട്ട് തൊട്ടൊരു നെറ്റി മുല്ലപ്പൂ ചൂടിയ കൂന്തൽ ചെറുകടുക്കന്നിട്ടൊരു മൂക്ക് മുത്തുമാലയൊണിഞ്ഞൊരു കഴുത്ത് ഇതെല്ലാം ഉണ്ടല്ലില്ലേലും പെണ്ണെ നിന്നെ എനിക്ക് ഇഷ്ടമാ. മനസ്സിൽ ഞാനാണോ എന്ന് പറയുന്ന ആൽബത്തില് അത് രസമുള്ളൊരു സാധനമായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ആൽബം മേക്കിങ്ങിൽ ഈ പാട്ടുകൂടെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒരു സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിംഗ് ആണ് ഭയങ്കരമായിട്ട് നമ്മളെ ആകർഷിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. ഈ ചാർലിയുടെ പാട്ടും രസമായിരുന്നു. ഈ അഖിലുമായിട്ട് 2-3 വർക്കുകൾ ഉണ്ടല്ലേ. അർച്ചന ഉണ്ട്, മനോജ് പുനി ഇതുണ്ട്. അത് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് വളരെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് പോപ്പുലർ അല്ല. അത് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇല്ല, അത് ട്രാക്കുകളൊന്നുമല്ല, അത് സ്കോറുകളെ ഞാൻ പറയാം. എൻ്റെ സ്കോറുകളൊക്കെ ഭയങ്കര ഡിഫറെന്റ്. അത് വർക്കേ ഡിഫറെന്റാ. അത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും വർക്കാവില്ല. അത് ഉറപ്പാണത്. അത് ഭയങ്കര കൾട്ട് സാധനമാണത്. അതേപോലെ ട്രാൻസ് മ്യൂസിക് റിലേറ്റ് ചെയ്തിട്ട് ആ ശിവന്റെ ഒരു 2 സാധനം ഞാൻ കണ്ടായിരുന്നു. രണ്ടും രസമുള്ളതാണ്. വിഷ്ണുവിന്റെ ഒരു സാധനം ചെയ്തേക്കുന്ന ചെറിയ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ വേറെ എന്തൊക്കെ ആക്കി വയ്ക്കുക. ഇത് കുറെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ടൈമിൽ ഭയങ്കര സ്പിരിച്വൽ വ്യക്തിയായിരുന്നു. സ്പിരിച്വൽ വ്യക്തി എന്നല്ല, സ്പിരിച്വാലിറ്റിയുടെ ഒരു അത് അവസാനം കാണുമ്പോൾ അവസാനം ഇതിൻ്റെയൊക്കെ അവസാനം നമ്മുടെ ഒരു മിറർ കിട്ടും. നമ്മൾ തന്നെ അങ്ങനെയൊക്കെ കിടക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്കറിയില്ല. ആ ടൈമിൽ എനിക്ക് കസോളിൽ പോയപ്പോൾ ശിവനെ പറ്റി കുറെ കേട്ടു. അത്രേ ഉള്ളൂ. അവൻ്റെ ശിവൻ എന്നുള്ള ക്യാരക്ടർ കേട്ടു, കുറെ കഥകൾ കേൾക്കുന്നു, പുരാണങ്ങൾ കേൾക്കുന്നതിൻ്റെ ഒരു ഹൈയിൽ ഈ ആ ഒരു ക്യാരക്ടറോട് ഇഷ്ടത്തിന് പുറത്ത് അങ്ങനെ കുറെ ട്രാക്കുകൾ ആ സമയത്ത് ചെയ്യുന്നു. സർവ്വ ശിവം വിഷ്ണുമായ എന്നുള്ള പാട്ടിൻ്റെ കൺസെപ്റ്റ് വിഷ്ണു മായ എന്നാട്ടോ. കോസ്മിക് ഡ്രീം. മറ്റേ വിഷ്ണു പുള്ളിയുടെ ഉറക്കത്തിൽ പുള്ളിയുടെ സ്വപ്നമാണ് ഇതൊക്കെ. ഇതൊന്നും റിയലല്ല. കോസ്മിക് ഡ്രീമിൻ്റെ ലാസ്റ്റ് ഈ ട്രാക്ക് ഫുള്ള് കഴിഞ്ഞിട്ട് എല്ലാം ക്ലോസ് ആയി കഴിഞ്ഞിട്ട് കേൾക്കുന്ന ക്രൗഡിൻ്റെ സൗണ്ടാന്ന് വെച്ചാൽ അതുവരെ ഈ ട്രാൻസ് ആക്ച്വലി ഇയാൾ ഡ്രീം സ്റ്റേറ്റ് വിഷ്ണു എന്നുള്ള ഒരു മറ്റേ എൻറ്റിറ്റി ഡ്രീം സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഡ്രീം സ്റ്റേറ്റിലേക്ക് എത്തണലാണ് മറ്റേ ഒരു മാർക്കറ്റിൽ കുറേ ആൾക്കാരെന്ന് സംസാരിക്കണം. ബേസിക്കലി ഈ വേൾഡ് ഉള്ള ഡ്രീം ഓണായി കുറച്ച് അങ്ങനത്തെ ഒരു വട്ട ചിന്തകളിലായിരുന്നു. സമയത്ത് ഭയങ്കര വൈബിയായിരുന്നു ആ പരിപാടി. ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വളർന്നിട്ടില്ല, അത്ര എത്തിയിട്ടില്ല, അറിയില്ല, കൂടിപ്പോയോന്നറിയില്ല. പറഞ്ഞത് മുമ്പേ നടക്കുന്നതാണ്. പതിയെ വരാം. ട്രാൻസ് ചെയ്യുന്ന സമയത്ത് ഈ മനുഷ്യനാണ് ഈ ട്രാൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കത് ആ ട്രാൻസിൻ്റെ ഒരു ഇതുണ്ടല്ലോ. നമ്മൾ അതിൻ്റെ ഒരു ഇങ്ങനെ പോകുന്നൊരു സംഗതിയുണ്ട്. അത് ഉള്ളിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അത് ഈ പെട്ടു പോകുമ്പോൾ ശരിക്കും പെടാറുണ്ടോ? ആക്ച്വലി പെട്ടിട്ടാണോ ചെയ്യുന്നത്? അല്ലെ, ഇത് ഈ ടെക്നോ ട്രാൻസിന്റെ ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ട് അതിൽ പെട്ടുപോകാൻ വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന സാധനം. ഭയങ്കര റിപ്പീറ്റിംഗ് ആയിട്ടുള്ള പരിപാടി. കുറച്ച് കഴിഞ്ഞാൽ ഇത് മ്യൂസിക് ആണോ കേട്ടോണ്ടിരിക്കുന്നത് മറന്നു. വേറെ സ്റ്റേറ്റിലേക്ക് പോകും. ഉണ്ടാക്കുമ്പോഴും അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയിൽ ഞാൻ ആലോചിക്കേണ്ടതാണ്. ഇത് പാടുള്ള പരിപാടിയാണ്. നമ്മൾ കുറച്ചേരം ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മളില്ലാതാകുന്ന ഒരു അവസ്ഥയാണല്ലോ ഇതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ പെടുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഈ ലൂപ്പ് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് ഭ്രാന്ത് പിടിക്കും. ഇത് പണ്ടാരം, ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി കളയാമെന്ന് തോന്നില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലെത്തും. പക്ഷെ അതിനകത്ത് ഉള്ളിൽ പെട്ടുപോയാൽ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇത്
മിക്സ് ചെയ്യും ഒക്കെ ചെയ്യണ്ടേ? ഒരു കാല് പുറത്ത് വെക്കണം എപ്പോഴും. എന്താണെങ്കിലും ആർട്ടിൽ എപ്പോഴും ഒരു കാല് ഭയങ്കര ആർട്ട് ഈ 100% ആർട്ടിസ്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ട് അവരുടെ മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പറയുക, ഫ്ലിപ്പായി പോയി എന്ന് പറയുന്നത് ആൾക്കാർ. അത് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സാധനമാണ്. ഈ സിനിമക്കാരൊക്കെ കണ്ടില്ലേ, ഈ കുറെ പടങ്ങളൊക്കെ കണ്ടില്ലേ, കുറെ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ആള് ഇല്ലാത്തൊരാളെയൊക്കെ ഇമാജിൻ ചെയ്ത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടാ. ശ്യാം ചേട്ടനുണ്ട്, ശ്യാം ചേട്ടൻ എന്ന ചേട്ടൻ, പുള്ളി സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പുള്ളി ഇപ്പോൾ എന്തൊരു അടുത്തൊരു മൂവി വരാൻ നിൽക്കുന്നുണ്ട്. ഞങ്ങളും ഒരു ഇന്ത്യൻ ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു കോവിഡ് ടൈമിലൊരു വെബ് സീരീസ് പിച്ച് ചെയ്യാൻ വേണ്ടി കിടക്കുകയാണ്. ഞങ്ങൾ രജനീകാന്തിൻ്റെ മരുമകളുടെ പേര് സൗന്ദര്യം അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടം. അല്ല, അങ്ങോട്ടൊന്നും പോകണില്ല. അപ്പോൾ എന്താ അങ്ങനെയുള്ള വലിയ പ്രൊജക്ട് പരിപാടിയാണ്. പുള്ളിക്കാരനെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഗെയിം ഓഫ് ത്രോൺസ് ലെവലിലുള്ള പരിപാടി. അതിനകത്ത് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ആത്രയാന്ന് പറഞ്ഞ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് ട്രൈബൽ ലോകത്താണ്. ഇതിൻ്റെ അകത്തൊരു ട്രഷർ ഹണ്ട് ഉണ്ട്. ഇതിനകത്ത് ഭയങ്കര ഏലിനേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. വേറൊരു പരിപാടി. ഒരാഴ്ച മൊത്തം അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് സൗണ്ട് ഡിസൈൻ ചെയ്യണം. ഞങ്ങളുടെ പരിപാടി പിച്ച് ചെയ്യുമ്പോൾ പുള്ളി നറേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ സ്കോറും ഉണ്ടാവും, ട്രാക്കുകളുണ്ടാവും, സൗണ്ട് ഡിസൈൻ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് റീഡിങ് ഫുള്ള് ഹെഡ്ഫോണിലിട്ട് മൊത്തം ഓഡിയോ ബുക്ക് പോലെ കേട്ട് കഴിഞ്ഞാൽ കഥ മൊത്തം കിട്ടും, എക്സ്പീരിയൻസും കിട്ടും. കോവിഡിൽ ആകെ ചെയ്തത് അതാണ്. അർച്ചന ചെറിയ നിർത്തിയ സമയത്ത് ചെയ്ത പെയ്ഡ് വർക്കൊന്നുമില്ല, ഞങ്ങൾ ഇഷ്ടത്തിന് തന്നെയാണ്. ആ ടൈമിൽ എനിക്ക് ഇത് ചെയ്ത് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഈ ടെറസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കേൾക്കും സൗണ്ടിൽ അത്ര ഇൻവോൾവ് ആയിട്ടേ. മറ്റേ അത്രയാന്ന് കളിക്കണേ. എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഒരു കണ്ടീഷനാണ്. ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയി കഴിഞ്ഞാൽ സ്വപ്നങ്ങളിൽ വരും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വരും. ഭയങ്കര ഒരു വർഷമൊക്കെ സ്വപ്നത്തിൽ ട്രാക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ഒക്കെ അടിച്ച് ഞാൻ കടന്നുറങ്ങിയിട്ട് സ്വപ്നത്തിൽ തീർത്തു സന്തോഷമായിട്ട് എനിക്ക് സ്വപ്നം ചെറിയ മെമ്മറി എന്നൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെ ഞാൻ സുഷിൻ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ. എനിക്ക് മിക്ക മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ചില ഐഡിയാസ് ഒക്കെ ഉറക്കത്തിലൊക്കെ എനിക്ക് പറഞ്ഞത്. അപ്പോൾ കയ്യിൽ ഫോണിൽ സമാധാനം. എനിക്ക് അപ്പൊ തന്നെ അത് വെക്കാൻ പറ്റില്ല. ഇതൊരു കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ്. ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇതിന്. ആ ബ്രിഡ്ജിൽ ഒരു കാല് അകത്ത് ഒരു കാല് പുറത്ത് ഇങ്ങനെ ഇരിക്കണം കലാകാരനാണെങ്കിൽ. അല്ലെങ്കിൽ പണി കിട്ടും. ഇനി ഒരു പാട്ടും കൂടെ പോവാം. ഒരു പാട്ട് കൂടി പോവാം. ഏത് പാട്ട് പോകും? ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട്. ഒരേ നിറം എന്നാണ് പാട്ടിന്റെ പേര്. അത് ആ എറയിൽ തന്നെ പോസ്റ്റ് ബ്രേക്കപ്പ് എറയിൽ ഉണ്ടാക്കിയൊരു നീ പറഞ്ഞു തന്ന പോസ്റ്റ് ബ്രേക്കപ്പ് കഥ ആ എറയിൽ ഉണ്ടാക്കിയ ഒരു പാട്ടാണ് ഒരേ നിറം. അന്ന് അത് പക്ഷെ അത് ഈ വക്കാട്ടോ. മറ്റേ ഞാൻ അവളുടെ മൂവ് ഓണായി. അവിടെ മൂവ് ഓണായിട്ടൊക്കെ ഇപ്പോൾ 2 വർഷം തന്നെ ആയിരുന്നു കേട്ടോ. ഈ ബ്രേക്കപ്പ് ഭയങ്കര ബ്രേക്കായിട്ട് അങ്ങ് നിന്ന് പോയി. അത് അയാളുടെ ഒരു സഹായമൊക്കെ ഉണ്ടായിരുന്നോ രക്ഷപ്പെടാൻ? ഇല്ല. സഹായം ഇവള്, കൂട്ടുകാര്, ഞാൻ തന്നെ, എൻ്റെ എഴുത്ത്, ഇതൊക്കെ തന്നെയായിരുന്നു സഹായം. ആ ആളുടെ വലിയ തെറ്റ് അങ്ങനൊന്നുമില്ല കേട്ടോ. ഞാനെന്നുള്ള ആള് മറ്റേ സ്നേഹം കിട്ടി വളർന്നിട്ടില്ല. അതുകൊണ്ട് സ്നേഹം കിട്ടിയപ്പോൾ അതിന് വലിയ ഭാരം കൊടുത്തു ആ വ്യക്തിക്ക്. എൻ്റെ പേഴ്സണൽ സ്റ്റോറി എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിന്റെ ബാക്കി കൂടെ പറഞ്ഞാൽ കൊള്ളായിരുന്നു കേട്ടോ. നറേഷൻ നല്ല രസമായിരുന്നല്ലേ കേൾക്കാൻ. അല്ല, ഞാനായിട്ട് റിലേഷൻഷിപ്പ് സമയത്ത് തന്നെ വേറൊരാളുടെ ആയിട്ടുള്ള അങ്ങനെ പോയതാണ്. അപ്പോൾ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ട്രസ്റ്റ് പോയി വേൾഡിനോട്. എൻ്റെ ഫുൾ ട്രസ്റ്റ് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു വ്യക്തിയുടെ മുകളിൽ ഇട്ടു. എന്തിനായിട്ട് എനിക്കറിയില്ല. പിന്നെ ഞാൻ ആൾക്ക് എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് ഞാൻ സമയം കൊടുക്കലായിരുന്നു. ഞാൻ അപ്പോഴും ആർട്ടിസ്റ്റുമാണ്. എനിക്ക് ഞാൻ പുള്ളിയുടെ ബർത്ത്ഡേക്കൊക്കെ പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റിക്കലി എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അറിയുള്ളൂ എന്ന് തോന്നുന്നു. എൻ്റെ കഴിവുകേടൊക്കെയാണ് പറയണേ. എനിക്ക് റിയൽ ഹ്യൂമണിൻ്റെ അടുത്ത് സ്നേഹം അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം എനിക്കറിയില്ല എങ്ങനെയാണ്, ബൈ ടച്ചാണോ വാക്കാലാണോ എങ്ങനെയാണ് ഈ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. എനിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് അത് കാണാനും പറ്റിയില്ല. എനിക്കത് ഉണ്ടായിരുന്നു, എനിക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. ഇങ്ങനെയായിരുന്നു. ഞാൻ പൂവിൻ മൊട്ടായിരുന്നു. അതാണ് ബേസിക്കലി അതിൻ്റെ സംഭവം. അപ്പോൾ ആ ടൈമിൽ അതിനുശേഷം പുള്ളിക്കാരിനെ ഞാൻ കുറേ മാനസികമായി ഹേർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എനിക്ക് അതിലും കുറ്റബോധമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പോയിന്റിൽ എന്തിനാണ് ഈ പർപ്പസ് ഓഫ് ലൈഫ്, എന്താണ് ചുറ്റും എന്തൊക്കെയോ നടക്കണു, ഒന്നും മറ്റേ പ്രോപ്പറായിട്ട് പിടിക്കാൻ പറ്റണില്ല. എൻ്റെ നല്ലത് നടക്കുന്നുണ്ട്, അർച്ചനൊക്കെ റിലീസായി, വേറെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് അതിന് അങ്ങോട്ട് പോകാൻ അത് പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഒരു നിറം മാത്രമേ കാണുന്നുള്ളൂ. ആ നിറം വളരെ ചത്ത ഗ്രേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞാൻ കാണുന്നത്. ഒരു ഒറ്റ നിറം. 7 നിറമുള്ള മഴവിൽ ഉണ്ട് ഇവിടെ, പക്ഷെ 7 നിറം കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു തോട്ടിലാണ് ഞാൻ പാട്ടുണ്ടാക്കിയത്. ഒരേ നിറം എന്നാ പാട്ടിന് പേര്.
തരും മഴവില്ലോ ഇതോ ഇത് ഏഴു നിറം എവിടെ ഒരേ 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 നിറം തരും ഒരേ 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 നിറം തരും ഒരേ 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 നിറം തരും ഒരേ 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 നിറം ആണ് പാട്ട്. ഇതിൽ നന്നായിട്ട് ഞാൻ റെക്കോർഡിങ്ങിൽ പാടിയിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല ഒരു നിറം കണ്ടത് മഴവില്ലില്. മഴവില്ലില് വെള്ളയെ കണ്ട മനുഷ്യനാണ് മോസിൻ പെരാരി. ഇടയ്ക്കൊരു വരി എഴുതിയില്ലേ, മഴവില്ലിലെ വെള്ളയെ നൊമ്പരപ്പമ്പര ചുറ്റൽ കണ്ടു. അല്ല, മറ്റേ 3 കളേഴ്സ്, പ്രൈമറി കളേഴ്സ് കളക്കി പണ്ട് ന്യൂട്ടൺ കറക്കി ചെറിയ ക്ലാസ്സില് ആ സാധനം പാട്ടിൽ കയറ്റി. ഫാലിമിയിലെ പാട്ട്, മഴവില്ലിലെ വെള്ളയെ നൊമ്പരപ്പമ്പര ചുറ്റലിൽ കണ്ടോ, ഇടിമിന്നൽ വെട്ടിയ വെട്ടത്തെഞ്ചില കീറലിൽ കണ്ടോ നീ. കേട്ടോ, എനിക്ക് ഒരു പ്രാവശ്യം ഇത് പോയതാ, വൈറലായതാ. ഇനി പാടിയ സ്പെസിഫിക്സില് വേർഡ്സിൽ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതാണ് മൊത്തത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അല്ല, അതുകൊണ്ടാണ് ഈ മനുഷ്യനെയൊക്കെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മള് അത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അതിൽ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് അല്ലേ, കാണാൻ പ്രേരിപ്പിക്കുന്നു. മഴവില്ലിലെ വെള്ളയെ നൊമ്പരപ്പമ്പര ചുറ്റൽ കണ്ടോ എന്നാണ് ചോദിച്ചത്. ഇത് മൊത്തം കറങ്ങി ഇറങ്ങി വരുമ്പോൾ അത് വെള്ളയാവും. ആ നൊമ്പരം പമ്പരമായിട്ട് കറങ്ങി കഴിഞ്ഞാൽ അത് വെള്ളയായിട്ട് കാണാൻ പറ്റും. മഴവില്ല് യഥാർത്ഥത്തിൽ വെള്ളയില്ലല്ലോ. അപ്പൊ അവരുടെ നൊമ്പരം എല്ലാം കൂടെ കറങ്ങിയിട്ട് അത്രയും നൊമ്പരമുണ്ട്. പിന്നെ ഇടി മിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറലിൽ കണ്ടോ നീ, അത്രയും സങ്കടമാണ്. ഉള്ളി വട്ടിപൊളി എടുത്തോട്ടെ, മൂരിയെ പിടിക്കണം. ആള് എഴുതുന്ന ഒരു പാട്ട് വരെ ഞാൻ പാടുന്നുണ്ട്, അടിപൊളി. അത് വരട്ടെ. അപ്പൊ നമ്മൾ ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ എന്താക്കും ആണ് എന്റെ ചോദ്യം. വീണ്ടും എന്താക്കും എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ നല്ലോണം എഫേർട്ട് എടുത്ത് പുറത്തിറങ്ങണം. ഞാനൊരു ആർട്ടിസ്റ്റിനെ ചുമ്മാ ഷൗട്ട് ഔട്ട് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കിളി വരിക. എൻ്റെ പരിപാടി കണ്ടിട്ട്, അനോണിമസ് എന്നാണ് ആർട്ടിസ്റ്റിൻ്റെ പേര്. കണ്ടോ അറിയാം നിങ്ങൾ, മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റാണ്, ഇംഗ്ലീഷ് റാപ്പറാണ്. അപ്പോൾ ഏതാ റീസണായിട്ട് നമ്മുടെ ഒച്ചയിലൊക്കെ ഉണ്ടായിരുന്നു ആള്, ഒച്ച സീസൺ 2 ഉണ്ടായിരുന്നു. അവൻ അവൻ 7 ദിവസമായിട്ട് ഡെയിലി ട്രാക്ക് ഇറക്കുന്നുണ്ട്. അവന് നല്ല ഡെയിലി റീൽസ് ഇടുന്നുണ്ട്, ഡെയിലി എൻ്റെ ഫോട്ടോഷൂട്ട്സ് പോകുന്നുണ്ട്, ലൈവ് ചെയ്യുന്നുണ്ട്. അവനിൽ മറ്റേ കുടുംബപരമായി കുറേ ആസ്തി ഉണ്ടായിട്ടൊന്നുമല്ല അവൻ ചെയ്യണത്, എന്നെ വേണ്ടി തുനിഞ്ഞിറങ്ങി പണിയെടുക്കുന്നുണ്ട്. അപ്പം ഇത് എനിക്ക് അങ്ങനെ പറയാമോ അറിയാം, ഇത് പറഞ്ഞാൽ എങ്ങനെ പോകുന്നറിയില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ധൻവിൻ, ജൂപ്പിറ്റർ മഴയുടെ ആ പാട്ട്. എൻ്റെ ഇപ്പോൾ വണ്ടിന് തേടുന്നതിനേക്കാളും നല്ല റീച്ച് കിട്ടിയ സ്പോട്ടിഫൈലൊക്കെ 30 മില്യനോ അങ്ങനെ, അത്ര ബിഗാണ് ആ ട്രാക്ക്. പക്ഷെ ആരും അവനെ തിരിച്ചറിഞ്ഞില്ല, അവനെത്തിയില്ല. അപ്പം ഞാൻ ആദ്യം, എനിക്ക് പൊതുവെ മലയാളികളുടെ ഏതോ ഒരു കാലഘട്ടത്ത് ഈ മ്യൂസിക് ചെയ്യുന്ന ആള്, മ്യൂസിക് ഇഷ്ടപ്പെട്ടാലും മ്യൂസിക് ചെയ്യുന്ന ആള് പഠിച്ച് പോകുന്ന ഈ സ്വഭാവം കട്ടായി എവിടെയോ. അതിനുള്ള സമയമില്ലാത്തായിരിക്കും ചിലപ്പോൾ, അറിയില്ല എന്തുകൊണ്ടാണ്. മറിച്ച് സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് വിഷ്വലി നടനെ കാണാവുന്നതുകൊണ്ട് നടനെ നമ്മൾ തപ്പി പിടിച്ച് പോകും. പക്ഷേ മ്യൂസിക്കിന് ആളെ തപ്പി പിടിച്ച് പോകില്ല. അതുകൊണ്ട് ധൻവിനും അത്ര കിട്ടേണ്ട റീച്ചൊന്നും കിട്ടില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, ധൻവിൻ അതിനുള്ള എഫേർട്ട് ഇട്ടിട്ടില്ല. അത് നമ്മളൊരു നല്ല സാധനം ചുറ്റും നടക്കുമ്പോൾ അത് റെഡീം ചെയ്യാൻ വേണ്ടി നമ്മളും റെഡി ആവണം, നമ്മളും അതിന് വേണ്ടി എഫേർട്ട് ഇടണം. അത് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഓരോ ആർട്ടിസ്റ്റും എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എല്ലാവരും. ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ പാട്ടിൻ്റെ പരിപാടി എന്താ, ജോണ്ടർ എന്താ എന്നൊക്കെ ഒരു ചെറിയ ധാരണയായി കഴിഞ്ഞാൽ, നമ്മളെന്താണെന്ന് ധാരണയായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഓഡിയൻസ് എവിടെയാണ് കിടക്കണമെന്ന് അനുസരിച്ച് സൂക്ഷ്മമായി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാവുന്ന പരിപാടികൾ ഇവിടെ ഉണ്ട്. വളരെ ഓർഗാനിക്കാണത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല നല്ല റെക്കോർഡ് ലേബിൾസിനെ അപ്രോച്ച് ചെയ്യുക. നല്ല നല്ല സൈന എൻഡി എന്ന് ഷൗട്ട് ഔട്ട് കൊടുക്കാം. ഞാൻ തുടക്കം തൊട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ എല്ലാം തന്നെ റീച്ച് ഔട്ട് ചെയ്യുക ആൾക്കാരുടെ അടുത്ത്. ഇൻഡിപെൻഡൻ്റ് ഭാവിയുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് നമുക്ക് പേരുകളില്ലായിരുന്നു. ഇപ്പോൾ ദപ്സി, വേടൻ, തിരുമാലി എല്ലാവരും കയറി വരുന്നുണ്ട്. അപ്പോൾ ബേബി ജീൻ, അപ്പോൾ നമുക്ക് കുറച്ച് പേരുകൾ പറയാനായി. ഇപ്പോൾ നീരജിൻ്റെ ഈ പാട്ട് വല്ലാത്ത ജാതി ഭയങ്കരമായിട്ട് പോപ്പുലറാണ്, ഇപ്പോഴും നമ്പർ 1 തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു മാറ്റം വരുന്നുണ്ടല്ലേ. ആർട്ടിസ്റ്റുകളെ വീഡിയോയിൽ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് വരുന്നത് കാണാം കമന്റ് സെക്ഷനിൽ. ഭയങ്കര ഞാനും ആഷിക്കും 2 വർഷം മുമ്പ്
ഞങ്ങൾ ഈ കൂടിയില്ല എവിടെ വെച്ചിട്ട് ഞങ്ങൾ ആ സമയത്ത് ഇങ്ങനെ പറയായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഒരു കാലം വരണം, മറ്റേ ഫേസ് ബ്രാൻഡിന് ആർട്ടിസ്റ്റുകളുടെ ഫേസ് ബ്രാൻഡിന് വാല്യൂ ഉണ്ടായിരുന്നില്ല അതുവരെ. ഡാപ്സിയുടെ മണവാളന്തൊക്കെ വരണവരെ ഇല്ല. മണവാളന്തൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ആ ചേഞ്ച് കൊണ്ടുവന്നത്. ഡാപ്സിക്ക് ഫേസ് വാല്യൂ വന്നു. വേടൻ ഉണ്ടാക്കി, വേടൻ്റെ വഴി വേറെ ഉണ്ടാക്കി, വേറെ വഴി വെട്ടിയവന ബേബിജി അല്ലെ എല്ലാവരും എങ്ങനെ ഇവര് ശ്രമിച്ചു. ഇതാണ് പോയിന്റ്. അവര് ശ്രമിച്ചു, അതുകൊണ്ടാണ് അവരിവിടെ നിൽക്കുന്നത്. ആ ശ്രമം നടത്തണം നമ്മള് പാട്ട് മാത്രം നന്നായിട്ട് കാര്യമില്ല. വല്ലാത്ത ജാതി ഏതെങ്കിലും 2 ലൈൻ പിടിക്കാൻ പറ്റുമോ? ഓൾറെഡി പാട്ടെ നിങ്ങളെ കഴിവ് തെളിയിക്കും. അല്ല, ആ വേർഷൻ ഓൾറെഡി ഇത് ഇറങ്ങിയതല്ല, അവരുടെ വേർഷൻ നമ്മൾ ഡിപ്ലോമാറ്റിക് ഞാൻ ഇറക്കിയത്. അത് കുഴപ്പമില്ല, അത് നമ്മുടെ വേർഷനിൽ നമ്മൾ പാടും കൂടെ സ്വതന്ത്ര സംഗീതം പാടും. വലിയ ഓർമ്മയില്ല എനിക്ക് എന്റെ വരി, എനിക്ക് ഓർമ്മയില്ല. അതിന്റെ വരിയൊക്കെ പഠിക്കണമെങ്കിലേ സ്വന്തമായി സമ്മതിച്ചു അത് പഠിക്കാമല്ലോ. അത് അത് മാത്രം അത് മാത്രം വലിച്ചിട്ട് വരുമ്പോ നിങ്ങത്ത് ക്ഷമിക്കണം, അളിയത് പറഞ്ഞിരിപ്പിക്കണാണ്. ഇതിന്റെ ക്ലിപ്പ് ഇറങ്ങിയാലും മരം മത്തിനിട്ട പണി കൊട്ട് അലമ്പൊത്താലൊരു പൊത്ത് മലപ്പുറം കത്തി മടിക്കച്ച് വെള്ളം വാങ്ങി വെച്ച് വീത്തേക്ക് വെല്ലുപ്പാന്റെ കുട്ടി കുടിച്ചേക്ക് തുടച്ചേക്ക് മുടിച്ചേക്ക് വന്ന് 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 വാര് 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 മലബാറ് വന്ന് ജോറ് 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 കിഡ്ല സാധനം, പുള്ളി സാധനം. അടിപൊളിയാണ്. എന്നെ വെള്ളം കുടിപ്പിക്കരുത് പ്ലീസ്. ഇനി അടുത്ത വർഷം ഡാപ്സ് വരുമ്പോ വണ്ടി തേടണം, അത് പറയണം. നിങ്ങളാണെങ്കിൽ പറയണം, തീർച്ചയായിട്ടും പറയും. ഞാനും അതായത് ഈ മുല്ലപ്പൊടി പൂമ്പൊടികളൊക്കെ ഏറ്റ് കടന്നിട്ട് കുറച്ചൊരു ലിറിക്സ് എഴുതി പരിപാടി ഉണ്ട്. ഞാൻ അതെ, ഈ പൂവിന്റെ മുട്ടിൽ ഇങ്ങനെ ലിറിക്സ് ഞാൻ കോളേജിൽ ചുമ്മാ അങ്ങനെയൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ലായിരുന്നു. ഞാൻ മേജർലി ആക്ടിങ് ആണ് ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ്. അപ്പോൾ ആക്ടിങ് പാഷനായിട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇതിൽ ആദ്യത്തെ ഈ പാതിര നേരം, അതിൽ നിന്ന് ഇയാളെ കാണുന്നു, ഇതിൽ നിന്ന് വണ്ടിനെ തേടുണ്ടായി. പിന്നെ അതിനുശേഷം ചുമ്മാ ഞാൻ എറണാകുളത്ത് ഇതേപോലെ ഫിലിം ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഐ മീൻസ് വെബ് സീരീസ് അതിന് വേണ്ടി ഇവിടെ ഒരു റൂം എടുത്ത് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ഗിത്താർ വെച്ച് ഞങ്ങളുടെ റൂമിൽ ഒരു ഫൈസലിക്ക എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ, ഞാൻ ഈ പുള്ളി എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാണ്. ഫൈസലിക്ക എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളി ഇവിടെ ഗിത്താർ, പുള്ളിക്ക് ഒരു ഷോറൂം അമ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. പുള്ളിയുടെ ഗിത്താറും പരിപാടിയൊക്കെ ആയിട്ട് പുള്ളി നിൽക്കുന്ന സമയത്ത് പുള്ളി ഒരു ഗിത്താർ റൂമിൽ വെച്ചിട്ടുണ്ട്. ഈ രാത്രി ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വായിലൊരു ട്യൂൺ ഇങ്ങനെ കയറി വന്നു. അത് അങ്ങനെയാണ് എടിപെണ്ണ് പാട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ട്യൂൺ ഇട്ട്, ആ ട്യൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ട്യൂൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അത് അന്ന് തന്നെ രാത്രി ഞാൻ പറഞ്ഞു ഇത് ഞാൻ ലിറിക്സ് എന്തെങ്കിലുമൊക്കെ എഴുതാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ രാത്രി ഇരുന്ന് എഴുതിയ, ഒരൊറ്റ ദിവസം കൊണ്ട് രാത്രി ഇരുന്ന് എഴുതിയതാണ് ഈ എടിപെണ്ണ് എന്ന് പറഞ്ഞ പാട്ട്. അത് സംഭവം അത് ഞാൻ ഒരു ലവ് റൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള റോഹൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എങ്കിലും ചന്ദ്രികയിൽ അസോസിയേറ്റ് ആയിട്ട് അവൻ ചെയ്തിരുന്നു. അപ്പോൾ അവൻ ചുമ്മാ പാതിരനേരം പാടിയ നീയാണ്. നമ്മളവിടെ വൈബിയിൽ ഷോ നടത്തിയപ്പോഴാണ് പുള്ളിക്കാരൻ അറിയണ പാതിരനേരം ഞാനാ പാടിയെന്ന്. നീയാണോ അത് പാടിയത്? അവിടെ നിന്നാണ് ആ ലിങ്ക് വരുന്നത്. അപ്പോൾ നീയാണ് പാടി അറിഞ്ഞില്ലടാ, ഞങ്ങൾ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത പാട്ടാണ്, പിന്നെ എന്താ നിൻ്റെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു പാട്ട് ചുമ്മാ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ദാസിയുടെ അടുത്ത് ഓൾറെഡി ഞാൻ ഈ പാട്ട് അയച്ചു കൊടുത്ത് അവൻ ഇഷ്ടപ്പെട്ട്, അവൻ ഓൾറെഡി വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഇത് അയച്ചു കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അവൻ പറഞ്ഞു ഞാനിത് ഡയറക്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ബേസിൽ ഓൾറെഡി അത് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഊമ്പലും കഞ്ഞിയും പാട്ടിൻ്റെ ഡയറക്റ്റ് ചെയ്ത കൂട്ടുകാരൻ അവൻ ഓൾറെഡി ഈ പാട്ടിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു, നമുക്ക് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ട്. അതിൻ്റെ പിറ്റേ ദിവസം പിന്നെയും റോഹൻ വിളിച്ച് പറഞ്ഞു, എടാ എങ്കിലും ചന്ദ്രിക എന്ന് പറഞ്ഞ മൂവിയിൽ ഞാൻ അവിടെ സെറ്റിൽ ചുമ്മാ ഈ പാട്ട് കേൾപ്പിച്ചു കൊടുത്തു, ഈ പാട്ട് അവർക്ക് വർക്കായി, അപ്പോൾ നിനക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ആ 3 മങ്കികളിലൊരു മങ്കി നിങ്ങളായിരുന്നു? അതെ അതെ, ഒരു മങ്കി, അതായത് അഭിനയിച്ച മങ്കികളിൽ. അപ്പൊ അങ്ങനെയാണ് ആ സിനിമയിലേക്ക് ഈ പാട്ട് ആദ്യം എത്തിച്ചത്, എടിപെണ്ണെ എന്നുള്ള പാട്ട്. അതാണ് എൻ്റെ ആദ്യത്തെ
ഒരു മൂവിയിലേക്ക് അഭിനയിക്കാൻ ആഗ്രഹിച്ച മൂവിയുടെ എൻട്രി കാത്തു നിന്ന ആൾക്ക് പാട്ടിലൂടെയാണ് മൂവിയിലേക്ക് ഒരു എൻട്രി കയറിയത്. അങ്ങനെയാണ്. അതെ, അതാണ് എവിടെ എന്ത് സംഭവിക്കുന്നത് പറയാൻ പറഞ്ഞു കൊടുക്ക് മച്ചാ. ആ പാട്ട് എന്താ സ്കെയില് തന്നാതൻ 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 തന്നിനന്താനാ തന്നാതൻ 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 തൻ തന്നാതൻ 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 തന്നിനന്താനാ തന്നാതൻ 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 തൻ എടി പെണ്ണേ കാർമുകിലാളെ പുഞ്ചിരി തൂകും വേടമാനെ ഇടനെഞ്ചിൻ താളം കെട്ടടി കരിമിഴിയാളേ എറിയന്നം പോലിളകണ കണ്ണ് കൊണ്ടു നീ കഥ പറയുമ്പോ വാ പൊളിച്ച് നിക്കണ നമ്മുടെ ചക്കന് സന്തോയോ തന്നാതൻ 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 തന്നിനം താനാ തന്നാതൻ 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 തൻ തന്നാതൻ 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 തന്നിനം താനാ തന്നാതൻ 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 തൻ കയ്യിൽ കുപ്പിവാളയുടെ കിലുക്കം കൂട്ടത്തിൽ കാലിൽ കൊലുസിട്ടനാദം കൺമഷി പുരണ്ടൊരു കണ്ണ് കൊണ്ടെന്നെ പറിച്ചെടുത്തോളേ ചാമ്പക്കച്ചേലുള്ള ചുണ്ടും ആത്തുടുത്ത് നിക്കണ കവിളും നിൻ തനിമയുള്ളൊരു പുഞ്ചിരി കൊണ്ടെന്റെ മനം കവർന്നോളേ ആ ഒട്ടു തൊട്ടൊരു നെറ്റി മുല്ലപ്പൂ ചൂടിയ കൂന്തൽ ചെറുകടുക്കന്നിട്ടൊരു മൂക്ക് മുത്തുമാലയൊണിഞ്ഞൊരു കഴുത്ത് ഇതെല്ലാം ഉണ്ടല്ലില്ലേലും പെണ്ണെ നിന്നെ എനിക്ക് ഇഷ്ടമാ കാശ് കൊണ്ട് പൂമരം തന്നില്ലേലും ചങ്ക് പാറിച്ചെറിഞ്ചങ്ങായി താലി കെട്ടാൻ പെണ്ണെ ഞാൻ നിൻ കഴുത്തിൻ താഴത്തായി കാത്തു നിൽക്കാൻ പെണ്ണെ ഞാൻ നീ ഒന്ന് സമ്മതം മൂളാനായി നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നാലാം നാൾ പന്തലൊരുക്കിയിടാം തന്നാതൻ 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 തന്നിനം താനാ തന്നാതൻ 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 തൻ തന്നാതൻ 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 തന്നിനം താനാ തന്നാതൻ 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 തൻ. ലിറിക്സ് ഇങ്ങനെ ഓർത്ത് വെക്കണം. അല്ല ഞാൻ തന്നെ എഴുതിയത് അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് സാറ് അടിപൊളിയാട്ടോ ഏതാ ജസ്റ്റും പാടി ഏതാ ഫസ്റ്റ് ആദ്യത്തെ ഒരു നെറ്റി മുല്ലപ്പൂ ചൂടിയ കൂന്തൽ ചെറുകടുക്കന്നിട്ടൊരു മൂക്ക് മുത്തുമാല എണ്ണിഞ്ഞൊരു കഴുത്ത് ഇതെല്ലാം ഉണ്ടല്ലേ അവിടെ അടുക്കി വെച്ചിരിക്കുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അയ്യോ ഇത്ര എഴുതി കയറ്റിയല്ലോ ആവർത്തിച്ചിട്ടില്ല അവിടെ. പിന്നെ കുറെ ഉണ്ട്, പിന്നെ കുറെ ഫോക്ക് പരിപാടികൾ കുറെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കുറെ. അത് എനിക്ക് ഈ പ്രൊഡക്ഷൻ പരിപാടി ഇസ് നോട്ട് മൈ അതിനെ ഇരിക്കല്ലേ പ്രൊഡ്യൂസർ. അതെ, നീ ഒന്ന് കനിഞ്ഞാൽ ഈ കലവറ നമുക്കൊരു മണി ബ്രേക്കപ്പ് സോങ്സ് പോലും സംഗതികൾ ആഘോഷമായിട്ട് പോട്ടെ. നമ്മുടെ സ്വതന്ത്ര സംഗീതം വളർന്ന് പന്തലിക്കട്ടെ, പൂവിടട്ടെ. അല്ല പൂവിടട്ടെ, എല്ലാരും പൂമുട്ടകളാണ്. അതെ അതെ അതെ, വസന്തങ്ങൾ ഉണ്ടാവട്ടെ. ഇതേപോലെയുള്ള വസന്തങ്ങൾ ഉണ്ടാവട്ടെ. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാല് വളരെയേറെ നന്ദിയുണ്ട്. പൊളിക്കാട്ടോ, അങ്ങോട്ടും അടിപൊളി. ബൈയാണോ? അതെ അതെ, ശുഭനിദ്ര എന്നൊക്കെ